മാധ്യമങ്ങളുടെ ഉപയോഗം ദിനപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സമൂഹത്തെ സ്വാധീനിക്കുന്നതിൽ നവമാധ്യമങ്ങൾ എന്നറിയപ്പെടുന്ന സാമൂഹ്യ മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെയേറെ വിലപ്പെട്ടതാണ്. ഒരു കാലത്ത് നമ്മുടെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ സംവാദങ്ങളുടെ വേദിയായിരുന്നത് ഗ്രാമീണ വായനശാലകളും ബാർബർ ഷോപ്പും ചായക്കടകളും ചാരായക്കടകളും അമ്പലപ്പറമ്പുകളും നാൽക്കാലകളും ഒക്കെയായിരുന്നു. സാധാരണക്കാരന്റെ സാംസ്കാരിക ബോധത്തെ വിളക്കി തെളിച്ചെടുക്കുന്നതിൽ ഈ കേന്ദ്രങ്ങൾ വഹിച്ച പങ്ക് കേരളത്തിന്റെയെങ്കിലും സാംസ്കാരിക ജീവിതത്തിൽ ഏറെ പ്രധാനപ്പെട്ടതാണെന്ന് നിസ്സംശയം തന്നെ നമുക്ക് പറയാം. എന്നാൽ ഗ്രാമീണ വായനശാലകളും ചായക്കടകളും ചെയ്തിരുന്ന ആ കർത്തവ്യം ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നത് വാട്സാപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും പോലെയുള്ള സാമൂഹിക മാധ്യമങ്ങളാണ്. ഇത് സമൂഹത്തിന് ഗുണം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട്. എന്നാൽ ഇവയെ കൊണ്ടുള്ള ദോഷഫലങ്ങളും നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ്. അങ്ങനെ സാമൂഹ്യ മാധ്യമം കൊണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വൈകാരിക നിമിഷങ്ങളാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം സത്യഭാമ. നേർവഴി യൂട്യൂബ് ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ ഞാൻ ഉറക്കമുണർന്ന് എഴുന്നേൽക്കുമ്പോൾ ആദ്യം കേൾക്കുന്നത് എന്റെ കൊച്ചു പെൺ സുഹൃത്തുക്കളുടെയും കൊച്ചാഞ്ചന്മാരുടെയും നിരവധി പരാതികളാണ്. കാര്യം എന്തെന്ന് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ഇൻസ്റ്റഗ്രാമിലെ ഒരു അക്കൗണ്ടിൽ നിന്നും പല പെൺകുട്ടികൾക്കായി വിവാഹ വാഗ്ദാനം നൽകി ചതിക്കാൻ നോക്കുന്ന ഒരാളെ കുറിച്ച്. ഇതിനൊരു അന്ത്യം കുറിക്കേണ്ടത് സാധാരണക്കാരൻ നമ്മളെ പോലുള്ള സ്ത്രീകളുടെ ആവശ്യമാണ്. അതുകൊണ്ട് ഇവന്റെ ഫോട്ടോയും ഐഡിയും എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് വഴി ഞാൻ ഷെയർ ചെയ്തതാണ്. ഇത് സ്ത്രീകളെ നശിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങുന്ന പുരുഷ ചണ്ടാളമാർക്കുള്ള ഒരു താക്കീത് മാത്രം. അടുത്ത വീഡിയോ കാണുന്നത് വരെ നന്ദി, നമസ്കാരം. ഞാൻ ഇറങ്ങുന്നത് ഇന്ന് വൈകിയോ മോനെ? എണീക്കാൻ വൈകി ശ്രീവാചക. നീ ഇപ്പോഴും പഴയ കമ്പനി തന്നെയല്ലേ മോനെ? അതെ, അവിടെ തന്നെ. എന്റെ വാപ്പച്ചി ഇപ്പോഴും ഈയിടെയായിട്ട് എന്റെ വാപ്പച്ചി ഇങ്ങോട്ടൊന്നും കാണാനില്ലല്ലോ. വാപ്പച്ചിക്ക് സുഖമല്ലേ മോനെ? സുഖമായിരിക്കുന്നു ശ്രീവാചക. നിങ്ങൾ എത്ര പറയുന്നു ശ്രീവാച? അതൊക്കെയാക്കില്ലേ നമ്മുടെ പള്ളിയിൽ പോയിട്ട് മുഴുവൻ സുഖത ആ പണി കഴിഞ്ഞ് എപ്പോഴാണ് നിങ്ങളുടെ താമസിക്കാൻ പറയാൻ സമയത്ത്? അതെനിക്കറിയാത്ത കാര്യമല്ലല്ലോ രാധാകൃഷ്ണ. ഞാൻ പിന്നെ ഈ മോനോട് ഓരോന്ന് ചോദിക്കാൻ വേണ്ടി പറഞ്ഞത് ഇങ്ങനെയൊക്കെ. ശരി ശ്രീവാച. അല്ല, നീ എന്താ അവനത്തിന് നോക്കൊണ്ടിരിക്കുന്നത്? എനിക്ക് ചായനല്ലേ മോനെ? അല്ല രാധാ ചേട്ടാ, ഇത് നമ്മുടെ കാതർക്കാരൻ നച്ചൂടല്ലേ? ഓൻ കാലം കൂടുതൽ ഫേമസ് ആണല്ലോ. അതെന്താ നിനക്ക് ഇപ്പൊ എങ്ങനെ തോന്നാൻ? നോക്കി തോൻ തന്നെയല്ലേ? ഇതെന്താ ഇപ്പൊ സംഭവം? വിവാഹ തട്ടിപ്പ് അല്ലാതെന്താ? അങ്ങനെ വരട്ടെ. ഓന്റെ വാപ്പ പള്ളി എന്ന് പറഞ്ഞ് നടക്കുന്ന കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നില്ല. നീ എല്ലാവരും കഴിച്ചോണ്ട് രാജീവ അക്കാര്യം ഞാൻ കേട്ടിപ്പ. നോക്ക് ഇവനൊക്കെ ഈ നാട് തന്നെ ആണോ താല്യ? അതെ അതെ, ഞാൻ അതിന്റെ താഴെ കമന്റ് വായിച്ചായിരുന്നു. കണ്ടു പടയാളിയല്ലേ? ഇവനൊന്നും എന്റെ നാട്ടുകാരനല്ലാത്തതിനാൽ ഞാൻ അഭിമാനിക്കുന്നു. ഇവൻ ഞങ്ങളുടെ സമുദായത്തിന്റെ ചോരയാണ്. ഓനെ അജ്മലെ, ഈ ദുനിയാവിൽ എവിടെ ഉണ്ടെങ്കിലും ഇക്കാനെ വിളിക്കാൻ മറക്കരുത്. ഇക്കാന്റെ ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അന്നെ നമുക്ക് പെരുത്ത് ഇഷ്ടമാണ് പിള്ളേ. ഇവനൊന്നും ഇനി ഒരു സ്ത്രീകളെയും ഉപദ്രവിക്കരുത്. ഇവനെ തൂക്കിക്കൊല്ലാൻ വിധിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ ജനങ്ങൾക്ക് വിട്ടുതരിക. ബാക്കി ഞങ്ങൾ നോക്കുക. ഓ എന്തേട്ടാ? ഈ അകത്തേക്ക് വരുന്നത് ഞാൻ അങ്ങോട്ട് വരണോ? രാവിലെ ഫോണും പിടിച്ചിരിക്കാൻ തുടങ്ങിയതാ. അതിനാണ് നിനക്ക് ഇന്നലെ എന്റെ നല്ലോണം കിട്ടിയത്. ഏട്ടാ, ഞാൻ ഫോൺ നോക്കുന്നില്ല. നോക്കൂ അജ്മൽ, എന്റെ കമ്പനി ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു മോഡലിംഗ് കമ്പനിയാണ്. അപ്പോൾ എന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു എംപ്ലോയിയെ കുറിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്ര മോശമായ രീതിയിൽ ചർച്ചകൾ നടക്കുമ്പോൾ നിങ്ങളെ ഞാനങ്ങനെ ഇവിടെ തുടരാൻ അനുവദിക്കും? സർ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സർ. ആയിരിക്കാം, പക്ഷേ അജ്മൽ തെളിയിക്കാൻ പറ്റുന്നില്ലല്ലോ.
മാത്രമല്ല നിങ്ങളുടെ പേര് പറയുമ്പോൾ ശരി. കൂട്ടത്തിൽ എന്റെ കമ്പനിയുടെ പേര് കൂടിയാണ് മോശമാകുന്നത്. അതിനാൽ അജ്മൽ ഇനി മുതൽ ഇവിടെ ജോലിക്ക് വരേണ്ടതില്ല. സർ 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 പ്ലീസ് പ്ലീസ് സർ. വേണ്ട, ആരും എന്നെ വിശ്വസിക്കേണ്ട. എന്നെ വിശ്വസിക്കുന്നവരും ഈ ലോകത്തിലുണ്ട്. എന്റെ ഉമ്മ, എന്റെ വാപ്പച്ചി, അവർ എന്നെ കൈവിടുകയില്ല. അത്രയ്ക്ക് വിശ്വാസമാണ് അവർക്ക് എന്നെ. വേണ്ട, ആരും വേണ്ട. എന്റെ മകനോട് തെറ്റും ചെയ്തിട്ടില്ല. പണത്തവനാണ് മുന്നേ ഓരോ തെറ്റ് ചെയ്യാൻ കഴിയൂല. മുൻപിൽ തന്നെ മറുപടി ചെയ്യൂല. പക്ഷെങ്കില് മറുപിൽ ചെയ്യും. അതുകൊണ്ടാണ് എനിക്കിപ്പോ ഞങ്ങളുടെ മുമ്പിൽ ഇതുപോലെ എഴേണ്ടി വന്നത്. ഇല്ല, പണത്തവനോട് തന്നെ വിശ്വസിക്കണം. അതാണ് പള്ളിയിൽ സ്ഥാനവും മാനവും നൽകി നിങ്ങൾ നിലനിർത്തിയത്. പക്ഷേ എങ്കിലും മക്കളെ നോക്കാനോ കുടുംബത്തെ നോക്കാനോ അറിയാത്ത നിങ്ങളെ ഞങ്ങളൊന്നും വിശ്വസിക്കാം. ഇല്ല, ഇതെന്തോ തെറ്റുപറ്റിയതാണ്. അതാണോ ഞങ്ങൾക്ക് ഞങ്ങൾ ആ തെറ്റ് ചെയ്തു. ബഷീറെ, വിമാനം പുറത്തേക്ക്. ഇല്ല, പഠിച്ചോനെ. ഉമ്മ, ഉമ്മ, മോനെ, അജു, ഉമ്മ, ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല ഉമ്മ. എനിക്കറിയാം എന്റെ മോനെ ആരെയും നോവിക്കാൻ കഴിയൂലെന്ന്. പക്ഷേ ഈ ലോകം മുഴുവൻ എനിക്കെതിരെ സംസാരിക്കുന്നു ഉമ്മ. എന്റെ കൂട്ടുകാർ, എന്റെ സഹപ്രവർത്തകർ, ഞാൻ നെഞ്ചോട് ചേർത്ത് വെച്ച എല്ലാവരും എനിക്കെതിരെ സംസാരിക്കുന്നു ഉമ്മ. നിനക്കെതിരെ കൂലി വരയ്ക്കുന്നവർ വിളിക്കട്ടെ. ഈ ലോകം മുഴുവൻ നിനക്കെതിരെ സംസാരിക്കട്ടെ. വേട്ടപ്പട്ടികളെ പോലെ മുറമുറുത്തു വന്നാലും ശാന്തിനി കഴുകന്മാരെ പോലെ വട്ടമിട്ട് പറന്നു വന്നാലും നിനക്ക് വേണ്ടി സംസാരിക്കാൻ ഞാനുണ്ടാവും, നിന്റെ ഉമ്മയുണ്ടാവും. നിനക്ക് അറിയില്ല മോനെ. അച്ഛോ, അച്ഛോ, നിനക്ക് എന്നോട് കാണുവാൻ തോന്നി. വിളിക്കാൻ തരുന്നതാണ്. ഇല്ല, നമുക്കത് സൗകര്യപൂർവ്വം മറക്കാം. ഈ വീടിന് പണിക്ക് പുറത്തിറങ്ങാൻ തനക്ക് ഈ ദുനിയാവിൽ നടക്കുന്നതിനെ കുറിച്ച് ഒന്നും ബോധില്ല. ഓനെ കുറിച്ച് എല്ലാം അറിഞ്ഞിട്ട് വന്നവനാണ്. വേണ്ട, എനിക്കിനി ഒന്നും കേൾക്കണ്ട. ഇത്രയും നാൾ ഞാൻ ഉണ്ടാക്കിയ എന്റെ പേരും പെരുമയും എല്ലാം എന്നെ കഴിഞ്ഞിട്ട് പോയി. കടക്കപ്പുറത്ത് ഇതനുഭവിക്കാൻ വേണ്ടിയാണോ ഈ ദുനിയാവിൽ ജീവിക്കാൻ ഒരു അവസരം തന്നത്? ഞാനും എന്റെ കുടുംബവും ഇങ്ങനെ നീറി ജീവിക്കുന്നത് കാണുന്നതാണോ അങ്ങേക്കിഷ്ടം? അതോ ഈ തെറ്റ് ചെയ്തവൻ ഈ സമൂഹത്തിൽ തല ഉയർത്തി ജീവിക്കുന്നതോ? നീ പെൺകുട്ടികളെ ചതിച്ച് അവരെ പറഞ്ഞു പറ്റിച്ച് അവരുടെ കയ്യിൽ നിന്ന് ഉള്ളതെല്ലാം തട്ടിയെടുത്തു. അയ്യോ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലേ? അയ്യോ, അങ്ങനെ പറയല്ലേ. എന്നെ ഈ നാട്ടിൽ കണ്ടുപോകാം. ആളുകൾക്ക് തന്നെ അപമാനമാണ് നീ. കുടുംബത്തിൽ പോലും ജീവിക്കാനുള്ള യോഗ്യതയാണ്. ജീവിക്കാൻ യോഗ്യതയില്ലാത്തവൻ നിനക്ക് പുറമെ നിന്റെ വീട് വാർത്ത മതി, മതി, നിർത്ത്. എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഇനി ആരും വേണ്ട. എന്റെ നിരവധികം ഞാൻ തെളിയിക്കും. എന്നിട്ട് നിങ്ങൾ ഓരോരുത്തരെയും മുന്നിൽ ഞാൻ വരും.
ഞാൻ പറയുന്ന നിങ്ങളുടെ സ്വന്തം സത്യഭാമ. നേർവഴി യൂട്യൂബ് ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു യൂട്യൂബിൽ കൂടെ വീഡിയോയിൽ പകർത്തുന്ന ഒരു ചെറുക്കനെ കുറിച്ച്. അവനെ ഞാൻ ഇത് സാധാരണക്കാരുടെ നമ്മളെ പോലുള്ള ആൾക്കാരുടെയും ആവശ്യമാണ്. അതുകൊണ്ട് അവന്റെ വീഡിയോസ് ഈ എന്റെ സ്റ്റുഡിയോയിൽ നിന്ന് വീഡിയോ ചെയ്യാതെ ഞാൻ ഇവിടെ വന്ന് ചെയ്യുകയാണ്. ഒരു യഥാർത്ഥ യൂട്യൂബർ എങ്ങനെയെന്നാൽ നമുക്കൊരു തെറ്റ് പറ്റിയാൽ അത് നാം തിരുത്തണം. അതുകൊണ്ട് നാം അജ്മലിന്റെ നാട്ടുകാരും മറ്റെല്ലാവരും ഇവിടെ ഉണ്ട്. അജ്മലിനെ കുറ്റവിമുക്തനാക്കുകയും ചെയ്തിരിക്കുന്നു. അജ്മൽ പോലീസിന്റെ യഥാർത്ഥ കൃത്യനിർവഹണം മൂലം അജ്മൽ കുറ്റവിമുക്തനാവുകയും യഥാർത്ഥ പ്രതിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്തിരിക്കുന്നു. അജ്മലിന്റെ നാട്ടുകാരോട് നമുക്ക് ചോദിക്കാം അജ്മലിനെ കുറിച്ച് അവർക്ക് എന്താണ് പറയേണ്ടതെന്ന്. ചേട്ടാ, അജ്മൽ ഇപ്പോൾ കുറ്റവിമുക്തനായിരിക്കുകയാണല്ലോ. എന്താണ് ചേട്ടന് അജ്മലിനെ കുറിച്ച് പറയാനുള്ളത്? കുടുംബം നമ്മുടെ നാട്ടുകാർക്കൊക്കെ വേണ്ടപ്പെട്ട കുടുംബമാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ വന്നതിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട്. പക്ഷേ സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അജ്മൽ കുറ്റവിമുക്തനായല്ലോ. അത് തന്നെ വലിയ കാര്യം. അജ്മലിനെ പോലെ നല്ല സ്വഭാവമുള്ള നല്ല സന്മനസ്സുള്ള ഒരു പയ്യൻ ഈ നാട്ടിൽ വേറെ ഇല്ല. അജ്മലിന് ഇങ്ങനെ സംഭവിച്ചപ്പോൾ ഞങ്ങൾ എല്ലാവരും പറഞ്ഞു, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു അവൻ വന്ന് ഒരിക്കലും ചെയ്യില്ലെന്ന്. പക്ഷെ ഒത്തിരി വൈകി. അജ്മലിനെ കുറിച്ച് ആളുകൾ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അജ്മൽ ആരായിരുന്നു, എന്തായിരുന്നു എന്ന്. അജ്മലിന്റെ ബാപ്പ ഇവിടെ ഉണ്ട്. അദ്ദേഹം നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. അജ്മൽ ഇപ്പോൾ കുറ്റവിമുക്തനായിരിക്കുകയാണല്ലോ. അജ്മലിനെ നേരിൽ കണ്ട് മാപ്പ് പറയാൻ ഞാനും എന്റെ പ്രേക്ഷകരും ആഗ്രഹിക്കുന്നു. സർ, എന്തെങ്കിലും പറയാനുണ്ടോ? ഇത്രയുമൊക്കെ എത്തിച്ചിട്ടോ നിങ്ങൾക്ക് എന്റെ മകനെ വേണമല്ലേ? നിങ്ങൾ ചെയ്തു അല്ല, ഞാൻ ചെയ്ത തെറ്റിന്റെ ആഴം അതെന്തുമെന്ന് മനസ്സിലാക്കാൻ അറിയുമ്പോഴേക്കും എല്ലാം എന്റെ കൈവിട്ടു പോയി. ഇനിയും നിങ്ങൾക്ക് എന്റെ മകനെ കാണണമല്ലേ? മാപ്പ് പറയാൻ പോലും പറയുന്നില്ല. തിബിലീസികളെ, വാ, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എന്റെ മകനെ. ആശുപത്രി ജീവനക്കാർക്ക് പോലും വേണ്ടാത്തൊരു ജീവശവത്തെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നല്ലോണം നോക്കി കണ്ടോളി. ഇനി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റോ അതൊക്കെ ചെയ്തോളി. ഇല്ല, എന്റെ മകൻ ആത്മഹത്യ ചെയ്യില്ല. ഓൻ ആത്മഹത്യ ചെയ്യാൻ കഴിയൂല. ഓന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഓനല്ല, നിങ്ങൾ ഓരോരുത്തരുമാണ് എന്റെ മകന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം. നിങ്ങൾ ഓരോരുത്തരും വേണ്ട ഗതീജ, വേണ്ട. ഓരോരുത്തരും പറഞ്ഞാൽ മനസ്സിലാവൂല. ഓർക്കൊക്കെ എന്താ നഷ്ടം? നഷ്ടപ്പെട്ടത് നമുക്കല്ലേ. വേണ്ട, നിങ്ങൾ തലകുനിച്ച് നിന്ന് പശ്ചാത്തലക്കേണ്ട. ഇന്ന് എന്റെ മകൻ നാളെ വേറൊരാൾ കിട്ടിയാൽ നിങ്ങൾ ഇത് തന്നെ ചെയ്യും. നിങ്ങളുടെ പ്രാർത്ഥിക്കും ലാഭത്തിന് വേണ്ടി നിങ്ങൾ ഇത് തന്നെ തുടരും. പക്ഷേങ്കില് നിങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന അതിന്റെ ഫലം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങളെ പോലുള്ള പാവം മാതാപിതാക്കളാണ്.